അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ റോമിൽ കോൺക്ലേവ് തുടങ്ങി പുതിയ മാർപ്പാപ്പയുടെ അനൗൺസ്മെൻറ്റ്. പുതിയ മാർപ്പാപ്പയെ ഏത് നിമിഷവും തിരഞ്ഞെടുത്തേക്കാം, ഏത് മണിക്കൂറിലും. ചിലപ്പോൾ ആദ്യത്തെ വോട്ടിന് തന്നെ, അല്ലെങ്കിൽ പല ദിവസം എടുത്തേക്കാൻ നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും മാർക്കുവക്കാട്ടാണ് ആ വെളുത്ത പുകയുടെയും കറുത്ത പുകയുടെയും ഇൻചാർജ്. അപ്പോൾ അദ്ദേഹം ആ പുക പുറത്തു വിടുമ്പോഴത്തേക്കും നമുക്കെല്ലാവർക്കും അറിയാം പുതിയ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് മാർപ്പാപ്പയുടെ അടക്ക് കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ദിവസം ഇത്രയായി കർദിനാൾമാർ തമ്മിൽ പലതവണ ഒത്തുകൂടി ചർച്ചകൾ നടത്തി. സഭയുടെ 21-ാം നൂറ്റാണ്ടിലെ സഭയുടെ പോക്ക് എങ്ങോട്ടായിരിക്കണം, എന്തായിരിക്കണം അടുത്ത നമ്മുടെ സഭയുടെ ദിശ എന്നതിനെപ്പറ്റി അവർ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ആരായിരിക്കും അടുത്ത മാർപ്പാപ്പ എന്നതിനെ പറ്റിയും അവിടെ ചില ഡിസ്കഷൻസൊക്കെ നടന്നിരിക്കാൻ സാധ്യതയുണ്ട്. ഇനി അതൊക്കെ ഒരു ഫോർമാലിറ്റിയുടെ കാര്യം മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അവരൊക്കെ ഡിസ്കസ് ചെയ്ത് കാണും, ഓരോരുത്തരും ആരായിരിക്കണം, എവിടെ നിന്നായിരിക്കണം, എന്തായിരിക്കണം എന്നൊക്കെ അവർ ചർച്ച ചെയ്ത് കാണും. അവർ മനുഷ്യരല്ലേ, അവർ ചർച്ച ചെയ്ത് കാണും. എനിക്കിപ്പോൾ സത്യത്തിൽ ഈ ദിവസങ്ങളിൽ, ഈ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഞാൻ പറയുകയാണ്, എനിക്ക് വളരെ ശോചനീയമായിട്ട് തോന്നിയ 1-2 ദൃശ്യങ്ങളുണ്ട്. ഒന്ന് ദേയി പറയുന്നതാണ്. ഇദ്ദേഹം, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇവരൊക്കെ അവിടെ പോയിട്ട് ഈ കള്ള് ഷാപ്പിൻ്റെ മുമ്പിൽ, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൻ്റെ പിറകിൽ, അല്ലെങ്കിൽ കല്യാണ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ കുത്തിയിരിക്കുന്ന പട്ടികളെ പോലെയായിരിക്കും നമ്മുടെ ആലഞ്ചേരി എന്ന് ഞാൻ പല വിധത്തിൽ പറഞ്ഞു. ഇപ്പം നോക്ക്, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അവിടെ കർദിനാൾമാരിയ്ക്കുന്നു, ഇദ്ദേഹം നോക്കിയിരിക്കുന്നു. വളരെ മനപ്രയാസമുണ്ട് എനിക്കത് നോക്കാനായിട്ട്. വളരെ മനപ്രയാസമുണ്ട്. വളരെ മാനസികമായിട്ട് എന്നെ ഒരു ടച്ച് ചെയ്യുന്നൊരു സീനാണത്. ഒരുപക്ഷെ ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അമ്മയെ പ്രാകുന്നുണ്ടാകും. എന്തുകൊണ്ട് തന്നെ 2 ആഴ്ച കൂടി കഴിഞ്ഞിട്ട് പ്രസവിച്ചാൽ പോരായിരുന്നോ? അല്ലെങ്കിൽ അദ്ദേഹം ദൈവത്തെ ശപിക്കുന്നുണ്ടാകും, എന്തുകൊണ്ട് മാർപ്പാപ്പയെ 2 ആഴ്ച മുമ്പ് അങ്ങോട്ട് കൊണ്ടുപോയില്ല എന്ന് അതും ചോദിക്കുന്നുണ്ടാവും സത്യത്തിൽ. കാരണം അത്രയ്ക്ക് 2 ദിവസം ഉണ്ടോ, മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് അദ്ദേഹത്തിന് ഈ കോൺക്ലേവിൽ പങ്കെടുക്കുവാൻ കഴിയാതെ പോയത്. അത് ഒരു നിമിത്തമെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഒരു നിമിത്തം. കാരണം ഒരു കോൺക്ലേവിൽ പങ്കെടുക്കാൻ പറ്റാത്ത വിധം അദ്ദേഹം നമ്മുടെ സീറോ മലബാർ സഭയെയും കത്തോലിക്ക സഭയെയും അതിൻ്റെ തലവനായ മാർപ്പാപ്പ ഫ്രാൻസിസിനെയും അദ്ദേഹം വഞ്ചിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് കർമ്മം എന്ന് വിചാരിക്കേണ്ടത് മാത്രമേ ഉള്ളൂ. അതാണ് ഒന്ന്. രണ്ടാമത്തെ സീനാണ് ഈ കാണുന്നത്. ഈ മനുഷ്യന് റോമിൽ പോകുന്നതിന് ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല, പോകാമായിരുന്നു. അബ്സല്യൂട്ട്ലി നോ തടസ്സം. ലക്ഷക്കണക്കിന് വിശ്വാസികളും കന്യാസ്ത്രീമാരും വൈദികരും ഒക്കെ അവിടെ പോയിരുന്നു മാർപ്പാപ്പയുടെ അടക്കിന്. അവരെല്ലാവരും പോയത് അൺഒഫീഷ്യലായിട്ട് പോയതാണ്. അങ്ങനത്തെ ആ രീതിയിൽ ഈ താഴത്തിനും പോകാമായിരുന്നു. ഏത് ബിഷപ്പുമാർക്കോ അൽമായർക്കോ വൈദികർക്കോ ആർക്ക് വേണമെങ്കിലും പോകാമായിരുന്നു. പക്ഷേ ഇദ്ദേഹം അവിടെ ചെന്നിട്ട് കുറേ അഭ്യാസങ്ങളൊക്കെ നടത്തി അദ്ദേഹം ഒരു പ്രൊജക്റ്റ് ചെയ്ത് ഇമേജ് അദ്ദേഹം ആരവാണ്, ഇവിടുത്തെ എന്തോ ഒഫീഷ്യലാണ് എന്നുള്ള രീതിയിലുള്ള നാടകമാണ് അവിടെ കാണിച്ചത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, 6000-ത്തിലധികം ബിഷപ്പുമാരുണ്ട് കത്തോലിക്ക സഭയിൽ. അതിൻ്റെ അകത്ത് വളരെ ചുരുക്കം ബിഷപ്പുമാരാണ് അവിടെ പോയത്. കാരണം അവിടെ ഒഫീഷ്യൽസായിട്ട് പോയത് ഓരോ കാര്യങ്ങൾ, ഓഫീസ് വർക്കും അതും ഇതൊക്കെ ആയിട്ട്, അസിസ്റ്റൻറ്റുമാരും ഒക്കെ ആയിട്ട് പോയത് വളരെ ചുരുക്കം ബിഷപ്പുമാരാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഇദ്ദേഹം അവിടെ പോയി ഈ അഭ്യാസവും ആളും കളിക്കേണ്ടതായിട്ടുള്ള യാതൊരു കാര്യവുമില്ല. ഈ താഴത്ത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കഴുതയുടെ ബുദ്ധി പോലും ഇല്ലാത്ത മനുഷ്യനാണ് കേട്ടോ. കർദിനാൾ പരോളിൻ മാർപ്പാപ്പയാവുമെന്ന് കരുതിയോ എന്തോ മറ്റായിരിക്കും മുൻകൂർ ജാമ്യം വാങ്ങുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഐ ഡോണ്ട് നോ. പക്ഷേ ഇതൊക്കെ വില കളയുന്ന പരിപാടിയാണ്. ഈ കർദിനാൾ അവിടെ പോയി അദ്ദേഹം കർദിനാളിൻ്റെ സ്ഥാനം കാത്തു സൂക്ഷിച്ച് എവിടെയാണെങ്കിലും അടങ്ങി ഒതുങ്ങിയിരിക്കേണ്ട കാര്യമുള്ളൂ. അവിടെ പോയി വയലിൽ നോക്കി നിൽക്കേണ്ട യാതൊരു കാര്യമില്ല. അതുപോലെ ഇദ്ദേഹത്തിന് അവിടെ പോയി മുട്ടയിൽ വീഴേണ്ട യാതൊരു കാര്യമില്ല. അത്രയും ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്.